നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തയ്യാറെടുക്കുന്നത്. അങ്ങനെ അടുത്ത ബജറ്റ്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം അമിത ആത്മവിശ്വാസം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ജനക്ഷേമ പദ്ധതികൾ നിരവധി നടപ്പിലാക്കിയെങ്കിലും തിരിച്ചടി ഉണ്ടാവുകയാണ് ചെയ്തത് എന്നും ഈ ക്ഷേമ പദ്ധതികൾ ഒക്കെ ഓട്ടായി മാറുമെന്ന ഒരു അമിത ആത്മവിശ്വാസം പ്രവർത്തകർക്കുണ്ടായി എന്നും അതാണ് തിരിച്ചടിയായത് എന്നുമാണ് കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നത്. അത് ഒരു മിനി ബജറ്റിന് സമാനമായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിന് പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടായിരിക്കും. ഈ മാജിക് വെച്ച് ജനങ്ങളുടെ വോട്ടെല്ലാം കിട്ടാൻ പറ്റത്തില്ല, അങ്ങനെ ഞങ്ങൾ ധരിക്കുന്നുമില്ല. ഓരോ ഇലക്ഷനും പ്രത്യേകമായ സാഹചര്യമുണ്ട്. പ്രാദേശിക ഗവൺമെന്റുകൾ, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പറ്റി അല്ല കൂടുതൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ കാണും. പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഞങ്ങളുടെ പ്രവർത്തകർ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. 2000 രൂപ കൂട്ടി ഇത് വന്നു, ഒരു പോയിന്റാണ്. പിന്നെ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ വരിക. അപ്പോൾ അമിത ആത്മവിശ്വാസം, തെറ്റായ പ്രചരണം ധാരാളം നമ്മുടെ നാട്ടിൽ വന്നല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, തെറ്റായ പ്രചരണം കേരളത്തിൽ വളരെ എന്നും ഉള്ളതാണ്. ആ പ്രചരണം ഗവൺമെന്റിനെതിരായുള്ള തെറ്റായ പ്രചരണം, ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ മൊത്തം കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങളും ഞങ്ങളും ഒന്നാണ്, നമ്മൾ ഈ കാര്യം ചെയ്യുന്നു, നേരത്തെ ഇങ്ങനെയുള്ളവരല്ല എന്ന് പറയുന്നതാണല്ലോ സത്യം. ഈന്തപ്പഴത്തിന്റെ കുരു മൊത്തം മാറ്റി സ്വർണ്ണമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞല്ലോ. ഖുറാനകത്ത് സ്വർണം വെച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങളും മറന്നുപോയി. ഈ പിന്നെ ബിരിയാണി ചെമ്പ്, സ്വർണ്ണ ചെമ്പ്, എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലല്ലേ പറഞ്ഞത്. ഈ തരത്തിൽ പ്രചരണം വരും, തെരഞ്ഞെടുപ്പ് വരും, പോകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രചരണം ഒരു വശത്തുകൂടി വരും. നമ്മൾ ഈ കാര്യങ്ങൾ നല്ലപോലെ പിന്നെ പറഞ്ഞ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. ഇത് എല്ലാം കൂടെ ചേർന്ന ഇലക്ഷൻ, അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ഗിമ്മിക്കിലൊന്നും മാത്രം ജനങ്ങൾ പറ്റില്ല. യെസ്, കേരളം കാതോർക്കുന്നത് ഈ ബജറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ന്യൂസ് ടെൻസ് ആരംഭിക്കേണ്ടിയിരുന്നത് ഈ ബജറ്റ് വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നുവെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വിമാന അപകടം ഉണ്ടാകുന്നത്. അവിടെയാണ് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി മരണപ്പെടുകയും ചെയ്തത്. സ്വാഭാവികമാണ്, ഈ ബജറ്റിന് ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം രണ്ടാം പിണറായി വിജയൻ സർക്കാർ, അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായി എന്നത് അത്ഭുതകരമാകുന്ന ഒന്നായിരുന്നു. അവിടെ ഈ ഭരണ തുടർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇനി അടുത്ത ഭരണത്തിലേക്ക് പോകുവാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകും എന്നിടത്താണ് ബജറ്റ് നാളെ അവതരിപ്പിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. അതുമാത്രമല്ല, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇപ്പോൾ സഭയിലേക്ക് വരുന്നു, അത് കൂടുതൽ ചർച്ചയാകുന്നു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ, അതായത് സംസ്ഥാന ബജറ്റ് ഓരോ തവണ അവതരിപ്പിക്കുമ്പോഴും നമുക്ക് ചില സൂചനകൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെ എന്നതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. അതായത് ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? അതിൽ തന്നെ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ തന്നെ ഉയർത്തിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. 2000 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ്. ഇനിയും ഈ ക്ഷേമ പെൻഷനുകൾ എത്രത്തോളം ഉയർത്തും എന്നത് അറിയണം. അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവരുടെ ശമ്പളം സംബന്ധിച്ച് പലപ്പോഴും നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാരിന് ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ എന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ജീവനക്കാർക്ക് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുമ്പോൾ എത്ര രൂപ ആയിരിക്കും നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അറിയേണ്ടത്. അവിടെയാണ് ഇന്ന് ബാലഗോപാൽ നൽകിയിട്ടുള്ള, ഞങ്ങളുടെ പ്രതിനിധി ഡാനുമായി നൽകിയിട്ടുള്ള പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു മാജിക് ഒന്നും ഉണ്ടാകില്ല. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ അത്തരം മാജിക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതൊരു പക്ഷേ ഒരു സസ്പെൻസ് ആക്കി നിലനിർത്തുന്നതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ബാലഗോപാലിന് ബജറ്റിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു, അതുകൂടി കേട്ടുനോക്കാം. ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ, ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ അവസാന ബജറ്റിനൊരുങ്ങുകയാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. അദ്ദേഹം പ്രതീക്ഷകൾ പങ്കുവച്ച് എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് വരിഞ്ഞു മുറുക്കുന്നു. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനിടയിലാണ് ഈ ബജറ്റ്. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ബജറ്റ്. എന്താണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിലുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി? ഏറ്റവും പ്രധാനം ഈ കേന്ദ്രത്തിന്റെ നയങ്ങളും നിലപാടും തന്നെയാണ്.
പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്, ഞെരുക്കമുണ്ട്. എന്നാൽ ഏത് സമയത്തെ കഴിഞ്ഞ 50 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനം നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ സ്പെൻഡിങ് നടത്തിയിട്ടുള്ളതും പെർസെന്റേജ് ഓഫ് സ്പെൻഡിങ് നടത്തിയിട്ടുള്ള ഈ ഗവൺമെന്റാണ്. എന്നാൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്, നിങ്ങളും പ്രതീക്ഷിച്ചത്, കേന്ദ്രം ഇത്രയും GST വന്നതിന് ശേഷം ഫുൾ GST ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. കോമ്പൻസേഷൻ സെസ് നിർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. റവന്യൂ ഡെഫിസിറ്റ് നിർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. ബോറോയിങ്ങിന്റെ കാര്യത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. ട്രഷറി കിടക്കുന്ന പണം പോലും പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കടമാണെന്ന് പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നത് തുടങ്ങിയത് 17-18 അതിനുശേഷവും ഫുൾ ഫ്ലെഡ്ജായിട്ട് വന്നൊരു ഗവൺമെന്റ്. ഇതെല്ലാം ഉണ്ടായി ഒരു വർഷം ഏകദേശം 25,000 കോടി രൂപയാണ് ബോറോയിങ് മാത്രം കുറച്ചത്. ഈ GST വന്നതിന് ശേഷം കിട്ടേണ്ട വരുമാനത്തിന്റെ ഭാഗമായി കിട്ടുന്ന അല്ലെങ്കിൽ ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടുന്നത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് വന്നു ഈ സമയത്ത്. അതിന്റെ ഭാഗമായിട്ട് ഒരു 20,000-25,000 കോടി രൂപ കുറവ് വന്നു. ഇത്രയെല്ലാം വന്നിട്ടും നന്നായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് വലിയ ശ്രമം ഉണ്ടെങ്കിലും സാധാരണഗതിയിലുള്ള ചെലവിനേക്കാളും കുറയ്ക്കാതെ കൂടുതൽ ചെലവ് ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താ? ഒരു 2 ലക്ഷം കോടിയിലധികം രൂപ 5 വർഷം കൊണ്ട് കിട്ടേണ്ടത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ മെച്ചമായിരുന്നേനെ. കാര്യങ്ങളെല്ലാം നടന്നുപോയി, ഈ കാര്യങ്ങളെല്ലാം വന്നു. കേരളം മറ്റൊരു സ്റ്റേറ്റിനേക്കാളും പുറകിലല്ല എല്ലാ കാര്യത്തിലും ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. കേരളീയരുടെ ഒരു ആത്മാഭിമാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന് റൈറ്റ്ഫുള്ളായി കിട്ടേണ്ട കാര്യങ്ങൾ തരുന്നില്ല കേന്ദ്രം എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായതെന്നാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഈ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാരുമായോ MLA മാരോ ഒക്കെയായി അനൌദ്യോഗികമായിട്ടെങ്കിലും ഈ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്ത്? ഈ അനൌദ്യോഗികമായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, ഇത്രയും നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ പണം കിട്ടുന്നില്ല എന്ന്. ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മിസ്മാനേജ്മെന്റ് ആണെന്ന് ലോകത്തെ ഒരു തിരിച്ചറിവുള്ള കുഞ്ഞും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഫിനാൻഷ്യലായിട്ട് വളരെ പിടിച്ചിട്ടാ പോകുന്നത്. ഇതൊന്നും വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതല്ലല്ലോ, കൃത്യമായ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെയാണ് എത്താൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ഈ ഫയർ ഫൈറ്റിംഗ് ആണ് പലപ്പോഴും ചെയ്യേണ്ടി വരും. ഇപ്പോൾ 3 മാസം മാത്രം ഉള്ളപ്പോഴത്തേക്ക് 12,000 കോടി തരുമെന്ന് പറഞ്ഞത് 6,000 കോടി കട്ട് ചെയ്തു. 3 മാസം ഒന്നും ലാസ്റ്റ് മിനിറ്റാണ്. ഫയർ ഫൈറ്റിംഗ് ആണ്. യഥാർത്ഥത്തിൽ സ്വസ്ഥമായിട്ട് ഈ കാര്യം ചെയ്തൊരു 2 ലക്ഷം 2.5 ലക്ഷം കോടി രൂപ കൂടെ കിട്ടേണ്ട ഒരു ഗവൺമെന്റ്, റൈറ്റ്ഫുള്ളായി കിട്ടേണ്ട ഒരു ഗവൺമെന്റിന് അത് നേരെ വെട്ടിക്കുറച്ചിട്ട് നമ്മളെ മുന്നോട്ട് വിടാതിരിക്കുക. അതിപ്പോ ഒരു വാസ്തവത്തിൽ ലോകത്താകെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പല കാര്യങ്ങളും വരുന്നതിന്റെ ഉദാഹരണം തന്നെയാണ്. ആർബിട്രറി എക്സസൈസ് ഓഫ് ഡിസ്ക്രിഷൻ, ആർബിട്രറി എക്സസൈസ് ഓഫ് പവേഴ്സ്. അതാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അതായത് സാമ്പത്തികമായി വലിഞ്ഞു മുറിക്കുകയാണ്. ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ പ്രശ്നം ഞങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ തന്നെ മന്ത്രിസഭ അംഗീകരിച്ചതും ഗവർണർ വായിച്ചില്ലല്ലോ, സുപ്രീം കോടതി പോയ കാര്യം ഉൾപ്പെടെ. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും അവകാശമുണ്ട്, ഓരോ വ്യക്തിയുടെ അവകാശമുള്ളത് പോലെ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ കവർന്നെടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ആ ഫെഡറലിസം അംഗീകരിക്കുന്നത്. ഏത് മേഖലകൾ ധാരാളമുണ്ട്. ഞാൻ ചുരുങ്ങിയ സമയത്തിനകത്ത് അതെല്ലാം പറയാൻ സമയമെടുക്കുന്നത്. ഏറ്റവും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ല, നമുക്ക് കിട്ടേണ്ട റൈറ്റ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന് 3 ഇന്ത്യയിൽ 100 രൂപ താഴോട്ട് കൊടുക്കും. 3 രൂപ 92 പൈസ, 3 രൂപ 82 പൈസ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 1 രൂപ 91 പൈസേ ഉള്ളൂ. ഈ 1 രൂപ 91 പൈസ വെച്ച് ഈ വർഷം കിട്ടിയത് 27,000 കോടി രൂപയാണ്. അപ്പൊ അതിന് നേരെ ഇരട്ടി കിട്ടേണ്ടതാണ്. അങ്ങനെ കുറയ്ക്കാനെന്താ അവകാശം? നമ്മുടെ അതേ സ്റ്റേറ്റിൽ ആസാം, ജാർഖണ്ഡ്, ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകളും കേരളവും ഒരേ പെർസെന്റേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവർക്കൊക്കെ ഇപ്പോഴും അതേ പെർസെന്റേജ് ഉണ്ട്. നമുക്ക് നേരെ പകുതിയായി. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണ്, നിങ്ങൾക്ക് കുറച്ച് ഡെവലപ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തരില്ല എന്നാ പറയുന്നത്. ആ ക്രൈറ്റീരിയ ശരിയല്ല. സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് നമുക്കുണ്ട്. ഒറീസയ്ക്കാണെങ്കിൽ 30,000 കോടി രൂപ ഒരു വർഷം കൽക്കരിയുടെയും ഈ അയണോറിന്റെയും മാത്രം കിട്ടും റോയൽറ്റി. അങ്ങനെയൊന്നും സോഴ്സ് നമുക്കില്ല. എന്നിട്ടും നമ്മൾ നേരെ അങ്ങനെ ചെയ്യുന്നു. അത് സത്യത്തിൽ സാമാന്യ ബുദ്ധിയിൽ ജനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല കേന്ദ്രം ചെയ്യുന്നത്. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ റബ്ബറിന്റെ താങ്ങുവില കൂട്ടും. റബ്ബറിന്റെ താങ്ങുവില ഇപ്പോഴല്ലേ 200 രൂപ ആക്കിയത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ. അല്ല, ജനങ്ങൾ 5 വർഷം കൊണ്ടാണ് നമ്മൾ ഈ 50 രൂപ കൂട്ടിയത്. റബ്ബറിന്റെ വിലക്കല്ല ഇപ്പൊ പ്രശ്നം. റബ്ബറുള്ള മേഖലയാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ടാപ്പിങ്ങിന് വേണ്ടത്ര തൊഴിലാളിയില്ല, പിന്നെ വന്യമൃഗശാല, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. റബ്ബറിന്റെ വില ഇപ്പം ആളുകൾക്ക് ഇതൊരു സാമാന്യം. ഈ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വലിയ ലാഭമുള്ളതല്ല. ഫ്ലോർ പ്രൈസ് ഒരു ന്യായമായ പ്രൈസാണ്, അതിന് കുഴപ്പമില്ല. ഈ ഞങ്ങൾ വന്ന ഏപ്രിലാണ് 170 ആയത്, പിന്നെ 180 ആക്കി, 200 ആക്കി കൊടുത്തു തുടങ്ങി. നെല്ലിനും അതുപോലെ കൂട്ടി. ഇതൊക്കെ സാധാരണ നല്ല
പിന്നെ വില തന്നെയായിട്ടാണ് കൃഷിക്കാർ സമ്മതിക്കുന്നത്. ഞാൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കർഷകനുമാണ്, റബ്ബറൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ റബ്ബറിന്റെ വില കൂടുന്നതല്ല പ്രശ്നം, റബ്ബർ മേഖല നേരിടുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ടാപ്പിംഗ് തൊഴിലാളി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഒരു കാര്യം കൂടി, വില കൂടുതൽ കിട്ടുന്നല്ല, 250-300 കിട്ടേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഫ്ലോർ പ്രൈസ് അല്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഇറക്കുമതി നയം കാരണം ഉണ്ടായ വിലയിടുവാണ്. അവരതിന് ഒരു സഹായം ചെയ്യുന്നു. ക്ഷേമ പെൻഷൻ ഒന്നും പറഞ്ഞില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിനകത്തും അതും ഇപ്പം തെരഞ്ഞെടുപ്പിന് അവസാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ലല്ലോ സാധാരണ പോകുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനപ്പുറത്തെ കാര്യങ്ങൾ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നത്. അത് ഒരു മിനി ബജറ്റിന് സമാനമായ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനെ പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടായിരിക്കും. ഈ മാജിക് വെച്ച് ജനങ്ങളുടെ വോട്ടെല്ലാം കിട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ധരിക്കുന്നുമില്ല. ഓരോ ഇലക്ഷനും പ്രത്യേകമായ സാഹചര്യമുണ്ട്. പ്രാദേശിക ഗവൺമെന്റുകൾ, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പറ്റി അല്ല കൂടുതൽ ചർച്ച വന്നത്, പ്രാദേശികമായ പ്രശ്നങ്ങൾ കാണും. പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഞങ്ങളുടെ പ്രവർത്തകർ അമിത ആത്മവിശ്വാസത്തിലുമായിരുന്നു. 2000 രൂപ കൂട്ടി ഇത് വന്നു, ഒരു പോയിന്റാണ്. പിന്നെ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ വരിക. അപ്പൊ അമിത ആത്മവിശ്വാസം, തെറ്റായ പ്രചരണം ധാരാളം നമ്മുടെ നാട്ടിൽ വന്നല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, തെറ്റായ പ്രചരണം കേരളത്തിൽ വളരെ എന്നും ഉള്ളതാണ്. ആ പ്രചരണം ഗവൺമെന്റിനെതിരായുള്ള തെറ്റായ പ്രചരണം, ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ മൊത്തം കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങളും ഞങ്ങളും ഒന്നാണ്, നമ്മൾ ഈ കാര്യം ചെയ്യുന്നു, നേരത്തെ ഇങ്ങനെയുള്ളവരല്ല എന്ന് പറയുന്നതാണല്ലോ സത്യം. ഈന്തപ്പഴത്തിന്റെ കുരു മൊത്തം മാറ്റി സ്വർണ്ണമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞല്ലോ. ഖുറാനകത്ത് സ്വർണം വെച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങളും മറന്നുപോയി. ഈ പിന്നെ ബിരിയാണി ചെമ്പ്, സ്വർണ്ണ ചെമ്പ്, എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലല്ലേ പറഞ്ഞത്. ഈ തരത്തിൽ പ്രചരണം വരും, തെരഞ്ഞെടുപ്പ് വരും, പോകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രചരണം ഒരു വശത്തുകൂടി വരും. നമ്മൾ ഈ കാര്യങ്ങൾ നല്ലപോലെ പിന്നെ പറഞ്ഞ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. ഇത് എല്ലാം കൂടെ ചേർന്ന ഇലക്ഷൻ, അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ഗിമ്മിക്കിലൊന്നും മാത്രം ജനങ്ങൾ പറ്റില്ല. അവസാനം ഒരു ചോദ്യങ്ങൾ, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ബജറ്റ് ആയിരിക്കും. ഭരണ തുടർച്ച ഉണ്ടാവണമെന്നാണല്ലോ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും. പിന്നെ ചെയ്തതെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഇപ്പം തന്നെ 2ാം വർഷം തകർന്നു പോകുമെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്ന ആളുകൾ. ഇത് ഇത്ര എത്തി, ഇതെല്ലാം കൃത്യമായി കൊടുത്തു. ഇതൊന്നും ഇല്ലാത്ത 18 മാസക്കാലം ഒന്നുമേ കിട്ടാതിരുന്ന ചരിത്രമാണ് 10 വർഷം മുമ്പുള്ളത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ക്ഷേമ പെൻഷൻ മാത്രമൊന്നുമല്ല, കേരളത്തിൽ ഇത്രയും വികസനം ഉണ്ടാവുമെന്ന് 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വന്നൊരു സാഹചര്യത്തിൽ തൊഴിലവസരങ്ങളും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അതിദാരിദ്ര്യമുള്ള ആളുകൾ മുതൽ വിവിധ മേഖലയിലുള്ളവർക്കും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ഗവൺമെന്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളത് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി, പുതിയ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നാളേക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ലത് ജനങ്ങളിൽ നല്ലൊരു ഭാഗം അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവർ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വലിയ വെല്ലുവിളികൾക്കിടയിൽ 5ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ എല്ലാ ആശംസകളും. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്ന് ധനമന്ത്രി പറയുമ്പോഴും ജനക്ഷേമ പരിപാടികൾക്കൊന്നും വിഘാതമുണ്ടായിട്ടില്ല എന്നതായിരുന്നു ഈ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.